പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുക. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ഈ കാലയളവിൽ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സെമീന അഷ്റഫ് തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മകൾ ഓരോ ജനഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ, അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സിസ്റ്റർ സെമീന അഷ്റഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പേര് സെമീന അഷ്റഫ്. ഞാൻ ബോംബെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ അഷ്റഫ്. എനിക്ക് 3 ആമക്കളാണ്. അവർ 3 ജോലിയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും അരോമ ടിവിയിലൂടെ എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ചും പാസ്റ്റർ ദാനിയേൽ ജോണിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന്, ഇന്ന് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിനും അത് ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിത സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അരോമ ടിവിയിലൂടെ എന്നെ കാണുന്ന എല്ലാവർക്കും അനേകർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. അതുപോലെ ഈ ചാനലിലൂടെ അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ എനിക്കും ഇടയായി. അനേകരുടെ സാക്ഷ്യങ്ങൾ എന്നെയും ബലപ്പെടുത്തുകയും അത് അനേകർക്ക് ദൈവനാമ മഹത്വത്തിനായിട്ടും കർത്താവ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ടും ഈ ചാനലിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എൻ്റെ സാക്ഷ്യത്തിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടെന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. എൻ്റെ പേര് സെമീന അഷ്റഫ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോട്ടയം പട്ടണത്തിലാണ്. എൻ്റെ ബാല്യവും എൻ്റെ പഠനവും എല്ലാം കോട്ടയത്തായിരുന്നു. ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. എന്നാൽ 2003 ഈ കർത്താവിനെ അറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്ക് എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സഹോദരങ്ങള്, എനിക്ക് ഒരു സിസ്റ്ററും ഒരു ബ്രദറും ഉള്ളത്. അവരൊക്കെ വിവാഹം കഴിഞ്ഞ് വെളിരാജ്യത്ത് സെറ്റിലായിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും ഉണ്ട് കോട്ടയത്ത്. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം കോട്ടയം ബേക്കർ സ്കൂളിലായിരുന്നു, CMSലായിരുന്നു എൻ്റെ പഠനം. എന്നാൽ എൻ്റെ 18ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. എന്നെ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ എന്നെ വിവാഹം കഴിച്ച് 5 ആമക്കളുള്ള ഒരു വലിയ കുടുംബത്തിൽ മൂത്ത മകന്റെ ഭാര്യയായിട്ട് വിവാഹം കഴിഞ്ഞ് എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ആ ഭവനത്തിലേക്ക് പോയി. എന്നാൽ എൻ്റെ വിവാഹം വളരെ ചെറിയ പ്രായത്തിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, പല പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ഞാൻ എൻ്റെ ജീവിതത്തെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ADയും BCയും പോലെ എൻ്റെ ജീവിതത്തെ ഞാൻ തിരിക്കും. യേശു വരുന്നതിന് മുന്നേ, യേശു വന്ന ശേഷവും. യേശു വരുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ അവസ്ഥയായിരുന്നു, തകർച്ചയായിരുന്നു, എപ്പോഴും രോഗത്തിന്റെ അവസ്ഥയായിരുന്നു, ഒരു സമാധാനവും ഇല്ലാത്ത ജീവിതമായിരുന്നു എൻ്റേത്. എന്നാൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് 2003 കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയായി. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ അറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയും. ഈ ബൈബിൾ എടുക്കുവാൻ കഴിഞ്ഞത്, ഈ പുസ്തകം എടുക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ ബൈബിള്, ഈ വചനം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറുവാൻ തുടങ്ങി. എൻ്റെ 26ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഏറ്റുമാനൂർ ഭവനത്തിൽ ചെല്ലുമ്പോൾ വലിയൊരു കുടുംബ പശ്ചാത്തലത്തിൽ മൂത്ത മകന്റെ ഭാര്യയായിട്ട് ചെന്ന് ഞാൻ എങ്ങനെ കുടുംബജീവിതം നയിക്കണമെന്നോ ഒരു കുടുംബത്തെ എങ്ങനെ പരിപാലിക്കണമെന്നുള്ള പക്വതയും ഒന്നും എനിക്കില്ലാഞ്ഞുകൊണ്ട് തന്നെ കുടുംബത്തിൽ പല പ്രയാസങ്ങളും സ്വരച്ചേർച്ചകളും ഒക്കെ ഉണ്ടായി. ഞങ്ങളുടെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വലിയ വഴക്കുകളായിരുന്നു. അങ്ങനെ പലപ്പോഴും ഇങ്ങനൊരു ജീവിതം വേണ്ട, ഇങ്ങനൊരു ജീവിതം മുന്നോട്ട് പോകണ്ട എന്ന് വിചാരിച്ചു. എന്നാൽ ലോകപരമായ ഒരു ജീവിതവുമായി ജീവിച്ചിരുന്നത്. സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു. കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകള്, രോഗത്തിന്റെ അവസ്ഥ, എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന അവസ്ഥ, ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരു സന്തോഷം ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലാണ്
ഞാൻ ഈ കർത്താവിനെ അറിയാനിട. എന്റെ വിവാഹം 95-ലായിരുന്നു, 1995-ലായിരുന്നു എന്റെ വിവാഹം. എന്നാൽ ഞങ്ങൾക്ക് 97-ൽ 2 ആമക്കളുണ്ടായി. മൂത്ത കുഞ്ഞുങ്ങൾ ഇരട്ട കുട്ടികളാണ്. എന്നാൽ പിന്നീട് ഒരു മകനൂടുണ്ടായി. 2000-ൽ ഒരു മോനൂടുണ്ടായി. അങ്ങനെ 3 ആമക്കളായിരുന്നു ഞങ്ങൾക്ക്. 3 ആമക്കളെ, ചെറിയ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ജോലിക്കാരിയെ വീട്ടിൽ നിർത്തുവാൻ ഇടയായി. ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് ഞാൻ ഇന്നും ഓർക്കുന്നു, സുരേഖ എന്നാണ്. ആ കുട്ടി ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ ജോലിക്കായി വരുന്ന ഈ കുഞ്ഞുങ്ങളെ നോക്കുവാൻ വരുമ്പോൾ അവളുടെ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ സ്റ്റോർ റൂമില് ഇങ്ങനെ അരിപ്പെട്ടിയുടെ മുകളിലാണ് ഇരുന്നിരുന്നത്. ഞാൻ പലപ്പോഴും അരി എടുക്കാൻ പോകുമ്പോൾ ഇവരുടെ ബാഗിന്റെ കൂടെ ഒരു ബൈബിള് ഇരിക്കുന്ന ഞാൻ കാണുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ഇവളോട് ചോദിച്ചു, നീ എന്തിനാ ഈ ബൈബിൾ കൊണ്ട് നടക്കുന്നത്? നീ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച കുട്ടിയല്ലേ? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനു മുന്നേ ജോലിക്ക് നിന്നത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. ഞാൻ അവിടുന്ന് പോരുമ്പോൾ എനിക്ക് ഒരു അമ്മച്ചിയെ നോക്കാനാണ് ഞാൻ നിന്നത്. ആ അമ്മച്ചി എനിക്ക് തന്ന ബൈബിളായത്, ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് ആ ബൈബിള് എന്തുകൊണ്ട് കൈകൊണ്ട് മേടിച്ചു എന്ന് എനിക്കറിയില്ല. ഒരിക്കലും ബൈബിളോ ഒന്നും എനിക്കറിയത്തില്ല. യേശുവിനെ കുറിച്ചോ ഒന്നും കൂടുതലായി എനിക്ക് അറിയത്തില്ലാത്ത ഞാൻ എന്തുകൊണ്ടോ ആ ബൈബിള് അവളുടെ കയ്യിൽ നിന്ന് മേടിക്കുവാനിടയായി. അന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും ഇന്ന് എനിക്കൊരു കാര്യം അറിയാം. ഇത് കർത്താവിന്റെ പദ്ധതിയായിരുന്നോ ബൈബിൾ എടുത്തത്, അന്ന് കൈകൊണ്ട് മേടിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ആ ബൈബിള് എടുത്ത് എന്റെ മുറി കൊണ്ട് വെച്ചു. ഞാനത് തുറന്ന് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പത്രോസിനെയോ യോഹന്നാനെയോ ഒന്നും എനിക്കറിയത്തില്ലല്ലോ. ഞാൻ അവരെ ഒന്നും വായിച്ചിട്ട് മനസ്സിലാകാഞ്ഞോണ്ട് വീണ്ടും ഞാനത് അലമാരിയുടെ മുകളിൽ അങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങ് വിട്ടു. എന്നാൽ അന്ന് എന്റെ ഹസ്ബൻഡ് ഏറ്റുമാനൂർ ഒരു സ്റ്റേഷനറി ഹോൾസെയിൽ ഷോപ്പ് നടത്തുമായിരുന്നു. എനിക്കും വീട്ടിൽ തന്നെ ഒരു ബിസിനസ്, ജ്വല്ലറിയുടെ ഇച്ചിരി വില കൂടിയ സ്റ്റോൺസ്, പേൾസിന്റെ ഒക്കെ ഒരു ബിസിനസ് എനിക്ക് ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എടുക്കാൻ പോകുന്നത് കോട്ടയത്തുള്ളൊരു ഭവനത്തിലായിരുന്നു. അത് എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനും വൈഫും ആയിരുന്നു. അവരുടെ വീട്ടിൽ പോയി പലപ്പോഴും ഈ ജ്വല്ലറി എടുക്കാൻ ഞാൻ പോകാറുണ്ടായിരുന്നു. എന്നാൽ 2003 എന്ന് പറയുന്ന വർഷം തകർച്ചയുടെ വർഷമാണ്. ഞങ്ങളുടെ ബിസിനസ്സിൽ തകർച്ച, ഞങ്ങളുടെ കട നഷ്ടപ്പെട്ടു, ബാങ്ക് ലോണ്, വീട് ജപ്തി എന്നുള്ള അവസ്ഥ, പലവിധമായ സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. രോഗത്തിന്റെ അവസ്ഥ, ഒരു വഴിയുമില്ലാതെ എല്ലാ വഴികളും അടഞ്ഞ് തകർന്ന് ഇരിക്കുന്ന സമയത്താണ് ഈ ബൈബിൾ എന്റെ കൈ കിട്ടുന്നത്. ഈ ബൈബിള് കിട്ടിയ അതേ സമയം തന്നെ ഞാൻ ഈ ജ്വല്ലറി, ഈ ബിസിനസിന്റെ ആവശ്യത്തിന് കോട്ടയത്ത് ആ ഭവനത്തിൽ പോകുമായെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിൽ മിക്കവാറും ചെല്ലുമ്പോൾ അവര് പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് പറയും. സ്റ്റാഫുകൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ. എന്നാൽ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സഹോദരി എന്നോട് ചോദിച്ചു, കാറില്ല. ഞാൻ എപ്പോഴും കാറിലൊക്കെ അവിടെ എന്റെ ഹസ്ബൻഡുമായിട്ട് ചെന്നുകൊണ്ട്, അന്ന് ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, കാർ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, കാറൊക്കെ വിറ്റു, വലിയ പ്രയാസങ്ങളാണ്, ബിസിനസ്സിൽ പ്രശ്നമാണ്, ഇപ്പൊ ഒരു വട്ട പൂജ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുവരെ ആരോട് ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ എന്തുകൊണ്ട് ആ സഹോദരിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, യേശു കർത്താവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും, ജീസസ് ഈസ് ലിവിങ് ഗോഡ്, കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു വചനം എന്നോട് പറഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം പറഞ്ഞു, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുമായിട്ട് വളരെ തർക്കിച്ചു. ഞാൻ പറഞ്ഞില്ല, ശിക്ഷാവിധി ഇല്ലാത്ത ഒരു കൂട്ടരോ? ഞാൻ വിശ്വസിക്കുന്ന മതത്തിലും ശിക്ഷാവിധിയും സ്വർഗവും നരകവും ഒക്കെ ന്യായവിധിയും ഒക്കെ ഉണ്ട്. എന്നാൽ ന്യായവിധി ഇല്ലാത്തൊരു കൂട്ടരോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ തർക്കിക്കുകയും അതിനുശേഷം ഞാൻ മടങ്ങി എന്റെ ഭവനത്തിലേക്ക് ഞാൻ പോരുമ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ ചിന്തകളുണ്ടായി. തിരിച്ചു ഭവനത്തിൽ വന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവരെന്തുവാ ഇന്ന് പറഞ്ഞത്? എന്നാൽ ഞാൻ അത് മറന്നു കളഞ്ഞു. വീണ്ടും ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വീണ്ടും ഒരു ചിന്ത വന്നു, ഇവരിന്ന് എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യാം, ഫോൺ വിളിച്ച് ചോദിക്കാം. ഞാൻ ഫോൺ എടുത്തിട്ട് സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ എന്നോട് പറഞ്ഞല്ലോ, എന്നാൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം, ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ബിസിനസ്സിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങള് ഇങ്ങനെ പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, കൂട്ടുകാർ കൊണ്ടുപോയി തമ്പ് ഇംപ്രഷൻ കൊടുത്തപ്പോൾ തന്നെ ലൈഫൊക്കെ വായിച്ച് കേൾപ്പിച്ചു. എന്റെ പേര് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഇരട്ട കുട്ടികളാന്ന് പറഞ്ഞു, എന്റെ പിതാവിന്റെ പേര്, അങ്ങനെ പല കാര്യങ്ങളും ആ വ്യക്തി ആ ഓല എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു. അതിലും ഒരു ചെറിയ വിശ്വാസം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇങ്ങനെ ഒരു കാര്യം പ്രാർത്ഥിക്കുക, ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ, ഒരു ലിവിങ് ഗോഡ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയണം, ഒരു സത്യ ദൈവത്തെ എനിക്ക് അറിയണമെന്നുണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളോട് ഇടപെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ച ശേഷം എന്റെ മുറിയിൽ ഞാനിങ്ങനെ നിലത്തിരുന്ന് എന്റെ മതത്തിന്റെ ഗ്രന്ഥവും ഈ ബൈബിളുമായിട്ടിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ, ഒരു ട്രൂ ഗോഡ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് അറിയണം കർത്താവേ, ദൈവമേ എന്ന് ഞാൻ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പോൾ ബൈബിളിൽ നിന്ന് ഒരു വചനം എനിക്ക് ലഭിച്ചു. ലക്ഷണം പറയുന്നവരും പുലമ്പുന്നവരൊക്കെ നശിച്ചു പോകും, ഞാനോ ജീവിക്കുന്ന യഹോവയാകുന്നു. ഈ അസ്ട്രോളജിയെ കുറിച്ച് തന്നെയുള്ള ഭാഗം എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി. വീണ്ടും ഞാൻ ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തിട്ട് വിളിച്ചു, സഹോദരി പറഞ്ഞ എന്തോ കാര്യമുണ്ട്. ഞാൻ ബൈബിള് തുറന്നു വായിച്ചപ്പോൾ എനിക്ക് ഒരു വചനം ലഭിച്ചു. എന്തുവാണ് സുവിശേഷം, എന്തുവാ ഈ യേശു കർത്താവ്? കാരണം
ഞാൻ ഒരു ക്രിസ്ത്യ കുടുംബത്തിലല്ല ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് കണ്ടിട്ടുണ്ട്, ക്രിസ്മസ് ട്രീ കണ്ടിട്ടുണ്ട്, സ്റ്റാർ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് യേശു കർത്താവ് ആരാണെന്ന് ഒന്നും എനിക്കറിയത്തില്ല. അന്ന് ആ സഹോദരി എന്നോട് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് വചനം എടുത്തു പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവാണ്, മാനവരാശിയുടെ പാപത്തെ ഏറ്റെടുത്ത ഒരു കർത്താവാണെന്ന് കേട്ടപ്പോൾ അന്ന് വരെയും അറിയത്തില്ലായിരുന്നു എനിക്ക് യേശു കർത്താവ് മാനവരാശിയുടെ പാപത്തിനു വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ വന്ന ഒരു രക്ഷകരാണെന്ന്. അങ്ങനെ ആ വചനം ഞാൻ വായ്കൊണ്ട് ഏറ്റു പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി ഞാൻ വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ കർത്താവെ എന്റെ പാപത്തെ ക്ഷമിക്കണം, എന്റെ ജീവിതത്തിലേക്ക് വരണം, എന്റെ ജീവിതത്തിന്റെ നായകനായി രക്ഷകനായി ഞാൻ കർത്താവെ അങ്ങേ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സമാധാനം എന്റെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ ഇടയായി. അന്ന് എന്റെ റൂമിൽ ഒരു ദൈവ സാന്നിധ്യം, എന്തോ പറയുന്നേ, ഒരു വലിയ സമാധാനം, ഒരു സാന്നിധ്യം ഇറങ്ങി വന്നത് എനിക്ക് രുചിച്ചറിയുവാൻ കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെയും എന്റെ 26-ാമത്തെ വയസ്സ് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വസ്ഥത ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി. കാരണം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 20-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിലൂടെ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനം ഉണ്ടാക്കി സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും ക്രിസ്തു മുഖാന്തരം നിരപ്പിച്ച് റിക്കൺസൈൽ ചെയ്തു. എനിക്ക് അന്ന് വരെ ലഭിക്കാത്ത ഒരു സമാധാനം ലഭിച്ചു. കാരണം ഞാൻ പാപം ഏറ്റു പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ പാപക്ഷമ ലഭിച്ചതിന്റെ അടയാളം ആ സമാധാനം കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. അന്ന് വരെയും ദൈവശബ്ദം കേൾക്കുകയോ ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായ ഒരു സ്നേഹവാനായ ഒരു പിതാവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. എന്നോട് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും ബൈബിളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഗോഡ്. യേശു കർത്താവ് ജീവനുള്ള ഒരു കർത്താവാണ്. നമുക്ക് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ സാധിക്കും. കർത്താവാണ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ രക്ഷകൻ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നലെ വരെയും ഇങ്ങനെയൊന്നും അല്ലല്ലോ, നിനക്ക് എവിടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിച്ചു? ഞാൻ പറഞ്ഞു, യെസ്, ജീസസ് ഈസ് ലിവിങ് ഗോഡ്. കർത്താവാണ് ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് എന്റെ 2 കാര്യങ്ങൾ എനിക്ക് ബൈബിളിലേത് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതും എന്നെ ടച്ച് ചെയ്തുമായ 2 കാര്യങ്ങള്. കാരണം ഒന്ന്, വിവാഹത്തെ കുറിച്ചുള്ള ബൈബിളിലെ കൺസെപ്റ്റിനോട് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം യേശു കർത്താവിന്റെ അടുത്ത് ശിഷ്യന്മാർ വന്ന് ഇങ്ങനെ ചോദിച്ചു, സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യ ഉപേക്ഷിക്കാമെന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞു, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്ന് മാത്രമാ ദൈവവചനത്തിൽ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രയും മോശ അങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, ജീവനുള്ള ഒരു ദൈവം, ഒരു പരിശുദ്ധനായ ദൈവം ഒരിക്കലും ഒരു നല്ലതല്ലാത്ത ഒരു കാര്യം മനുഷ്യന് വേണ്ടി വെക്കത്തില്ല. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്നത് യേശു കർത്താവ് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിക്കാൻ മോശ പറഞ്ഞത്. ബൈബിൾ ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആ കുടുംബജീവിതത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് എനിക്ക് ഒത്തിരി വലിയ സന്തോഷം തോന്നി. രണ്ടാമത് ബൈബിളിൽ പറയുന്നു, ശത്രുവിനെ പോലും സ്നേഹിപ്പീൻ, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്നാൽ കർത്താവ് തന്നെ പിടിക്കാൻ വന്ന പടയാളിയുടെ ചെവി അറുത്ത പത്രോസിനോട് പറയുന്നുണ്ട്, ആ ചെവി എടുത്ത് പിടിപ്പിച്ചു കൊടുത്ത ശേഷം കർത്താവ് പറയുക, വാളെടുക്കുന്നവൻ വാളാൽ. കർത്താവ് പറഞ്ഞ സ്നേഹത്തിന്റെ പ്രമാണം, സ്നേഹത്തിന്റെ ആ ഇത് ബൈബിള് പറയുന്നു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിപ്പീൻ, ശത്രുവിനെ നീ സ്നേഹിപ്പീൻ, അവരെ അനുഗ്രഹിപ്പീൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പിതാവിന് പുത്രന്മാരും പുത്രിമാരുമായി തരും. അപ്പൊ നമുക്കൊരു വചനം വായിക്കുമ്പോൾ, ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് അറിയാൻ ഇതിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ സുവിശേഷം കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് നീ പഠിച്ചിരിക്കുന്നത്, ഇത് അവർ പറഞ്ഞ ഞാൻ അവരോട് സംസാരിക്കാൻ പോവാന്ന് പറഞ്ഞ് രാവിലെ ഒരുങ്ങി അദ്ദേഹം തന്റെ കൂട്ടുകാരന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ വളരെ ഭയപ്പെട്ടു, അവിടെ ചെന്ന് വല്ല ആർഗ്യുമെന്റ് ആവുമോ, വഴക്കാവുമോ എന്ന്. എന്നാൽ അദ്ദേഹം വന്ന് അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകാം. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പ്രാർത്ഥിക്കുക? അന്ന് വരെ ഞാനൊരു പ്രാർത്ഥനയ്ക്കോ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിലോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഭവനത്തിലിരുന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമാണ് ഞാൻ ചെയ്തിരുന്നേ. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകാം. എന്നോട് അവർ സുവിശേഷം പറഞ്ഞു, അവരുടെ മമ്മിക്ക് സൗഖ്യം കിട്ടിയ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് തോന്നി. നമുക്കൊരു ഭവനത്തിലെ ഹൗസ് പ്രയറിന് പോകാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ഭവന പ്രാർത്ഥനയ്ക്ക് പോകാൻ പിറ്റേന്ന് ഞങ്ങൾ തീരുമാനിച്ചു. റെഡി ആവുമ്പോൾ എനിക്ക് സുഖമില്ലാതായി. എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം, എന്റെ ബാല്യം മുതൽ എന്റെ വിവാഹശേഷവും 26-ാമത്തെ വയസ്സ് വരെ
എനിക്ക് സിവിയർ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും. ആ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ എന്റെ ശരീരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ശരീരം വേദന കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രഗിൾ ആണ്. രണ്ട്, എന്റെ ശരീരം വേർക്കും, ഒരേ സമയം തന്നെ വിറയ്ക്കുകയും ചെയ്യും, ഒരേ സമയം സ്വെറ്റ് ചെയ്യുകയും ചെയ്യും, ഒരേ സമയം തണുക്കുകയും ചെയ്യുന്ന അനുഭവം. ബാത്റൂമിൽ പോയി ഇറങ്ങാൻ പറ്റത്തില്ല, വീണ്ടും വീണ്ടും ബാത്റൂം പൊക്കോണ്ടിരിക്കും. അങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ ഉറങ്ങാതെ പലപ്പോഴും എന്നെ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മാത്രമേ എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ 26 വയസ്സ് വരെ ഞാൻ പോയ ഹോസ്പിറ്റലുകൾക്ക് കണക്കില്ല. എന്റെ പേഴ്സ് മുഴുവൻ ഹോസ്പിറ്റലിലെ ചീട്ടുകളായിരുന്നു. അങ്ങനെ ഏറ്റുമാനൂർ തൊട്ട് കങ്ങഴ പത്രോസ് മത്തായിയെ കാണിച്ചു. യൂറോളജി സ്പെഷ്യലിസ്റ്റ് വെല്ലൂരിൽ നിന്ന് വന്ന സതീഷ് കുരുവളെ എന്റെ 26ാമത്തെ വയസ്സിൽ കാണിക്കുമ്പോൾ അദ്ദേഹം സ്കാനും ചെക്കപ്പും എല്ലാം ചെയ്ത ശേഷം എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, ലൈഫ് ടൈം മെഡിസിൻ കഴിക്കണം, തന്റെ ശരീരത്തിൽ ഈ രോഗം മാറത്തില്ല, ചില കാരണങ്ങൾ കൊണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ വേരിയേഷൻ വരും, ഈ ഗുളിക കഴിച്ചോളുക, ഈ ഓയിന്റ്മെന്റ് ഉപയോഗിക്കുക, എന്നാൽ ഈ രോഗം മാറത്തില്ല, ലൈഫ് ടൈം മെഡിസിൻ കഴിക്കണം, ഇനി ഇങ്ങോട്ട് വരണ്ട, തന്നെ കണ്ട് ഞാൻ മടുത്തു. കാരണം പലപ്പോഴും ചെന്ന് അദ്ദേഹം എന്നെ കണ്ടു മടുത്തു. എന്നാൽ എന്നെ കണ്ടു മടുക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവം ഉള്ളത് കൊണ്ട് അന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരുങ്ങി എനിക്ക് ഈ രോഗം കാരണം പോകാൻ പറ്റിയില്ലെങ്കിലും എന്റെ ഹസ്ബൻഡിനെ ഞാൻ നിർബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് അയച്ചു. അദ്ദേഹം ആ ഭവനത്തിലെ പ്രാർത്ഥനയിൽ ചെന്നപ്പോൾ അവിടെ ദേവദാസന്മാർ എന്റെ രോഗവിഷയങ്ങളെ കുറിച്ച്, ഞാൻ വരാഞ്ഞ കാര്യം ചോദിച്ചപ്പോൾ, എനിക്കിങ്ങനെ സുഖമില്ലാത്ത കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ കൈ വെച്ചിട്ട് ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭാര്യ ഭർത്താവ് രണ്ടല്ല ഒന്നത്രേ, ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡിന്റെ ശരീരത്തിന് മേൽ കരം വെച്ച് പ്രാർത്ഥിച്ച സമയം തന്നെ ഞാൻ ഭവനത്തിൽ സൗഖ്യമായി. അന്ന് ഞങ്ങളിങ്ങനെ പറയാം, അന്ന് ആ ബാധ എന്റെ ശരീരം വിട്ട് ഒഴിഞ്ഞു മാറി. ഇന്ന് 21 വർഷത്തോളമായി ഇന്ന് ഒരിക്കൽ പോലും ആ രോഗം എന്നെ തൊടാൻ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, ആകയാൽ അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാവിൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എന്റെ ശരീരത്തിൽ രുചിച്ചറിയാൻ എനിക്ക് കൃപ ലഭിച്ചു. അന്ന് ആ രോഗത്തിന്റെ അവസ്ഥയിൽ ഞാൻ മെലിഞ്ഞ അസ്ഥി പോലെ ഇരിക്കുമ്പോൾ എന്റെ പിതാവ് എന്നെ കാണുമ്പോൾ എപ്പോഴും പറയുക, നീ രോഗം മാറത്തില്ലേ, നിന്നെ വിട്ട് ഈ രോഗം മാറത്തില്ലേ എന്ന് പലപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ഞാൻ സൗഖ്യമായപ്പോൾ ആർക്കും വലിയ സന്തോഷമൊന്നും വന്നില്ല. അവര് പറഞ്ഞു സൗഖ്യമായതൊക്കെ നല്ലതാ, പക്ഷെ യേശു ആ സൗഖ്യമാക്കിയെന്ന് ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ജീസസ് ആണ് എന്നെ സൗഖ്യമാക്കിയത്, കർത്താവാണ് എന്നെ വിടുവിച്ചത്. അന്നുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ അസമാധാനമായിരുന്നെങ്കിൽ സമാധാനമായി കർത്താവിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നു, സൗഖ്യമായി കർത്താവിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, എന്റെ വിവാഹം 18ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. വിവാഹ ജീവിതത്തിൽ വലിയ അസ്വസ്ഥതകളായിരുന്നു, സ്വരച്ചേർച്ചകളില്ലായിരുന്നു. 2 അവസ്ഥകളിൽ 2 കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ചു വരുന്ന നമ്മൾ ജീവിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ എന്റെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് 2 പേർക്ക് മുന്നോട്ട് പോകണ്ടെന്ന് പലപ്പോഴും തോന്നിയ അവസ്ഥയിലൊക്കെയും ഞങ്ങൾ നിരാശപ്പെട്ടു പോയിട്ട്, എന്നാൽ ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, എന്ന് യേശുവിനെ അറിഞ്ഞോ, അന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. അതുവരെ ഞങ്ങൾ കുറവുകൾ മാത്രം അന്യോന്യം നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ഇരുന്ന് ഇടപെടുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ മറന്ന് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിപ്പീൻ. കുറവുകളോടുകൂടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. യേശു കർത്താവ് അകത്ത് വന്നപ്പോൾ നമുക്കും അതേ കർത്താവിന്റെ കൃപ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടായി, സ്നേഹം നിറഞ്ഞു. ഇന്ന് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കുടുംബജീവിതം ഒരു സ്വർഗം പോലെ കർത്താവാക്കി മാറ്റി. ഇന്ന് സ്വർഗം ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഭവനത്തെ കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ അങ്ങനെ മാറ്റി. ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെ കർത്താവ് ആക്കി. ഇന്ന് ഒരുമിച്ച് എന്ന് യേശുവിനെ അറിഞ്ഞു അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അവസ്ഥ മാറി. ഇന്ന് ഞങ്ങൾ അനേക കുടുംബങ്ങളെ കൗൺസിൽ ചെയ്യുവാൻ, അനേക തകർച്ചയിലിരിക്കുന്നവരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ, അവരുടെ ജീവിതത്തിൽ വെളിച്ചമായി ഇറങ്ങി വരുവാനൊക്കെയും കർത്താവിന്റെ സുവിശേഷം കൊടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ എന്റെ ജീവിതത്തിൽ സൗഖ്യമായി സമാധാനമായി എല്ലാം കർത്താവ് ഇറങ്ങി വന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കായി ദേവദാസനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കൂടെ കടന്നു വന്നു. ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ഭവനത്തിൽ വലിയൊരു അത്ഭുതം നടക്കാൻ പോവാ, കർത്താവ് വലിയ കാര്യം ചെയ്യാൻ പോവാ. അപ്പൊ ഞങ്ങൾ ഓർത്തു, ഞങ്ങൾ സാമ്പത്തികമായി വലിയ പ്രശ്നത്തിൽ നിൽക്കും, ആരെങ്കിലും സാമ്പത്തികമായി കടന്നു വരും. എന്നാൽ കർത്താവ് ചെയ്തത് പൂർണ്ണതയുടെ കർത്താവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായിട്ടേ ചെയ്യത്തുള്ളൂ. അതുവരെയും എന്റെ ഹസ്ബൻഡിന്റെ പിതാവ് ഇദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോൾ ഇവരെല്ലാം ഉപേക്ഷിച്ചു പോയി വേറെ ദേശത്തേക്കൊക്കെ പോയതായിരുന്നു. എന്നാൽ 18 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മടങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ. വീട്ടിൽ പ്രാർത്ഥിച്ച ശേഷം ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞെങ്കിൽ നടന്ന അത്ഭുതം ഇതാ, വളരെ വർഷങ്ങളോളം ഭവനം വിട്ടുപോയ
പിതാവ് തിരിച്ചു മടങ്ങി വന്നു. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമ്മുടെ ശാപം പൊട്ടിമാറുന്നു. അന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ശാപങ്ങളെ പൊട്ടിമാറുവാൻ തുടങ്ങി. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങി. അതുവരെയും ഞങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഓരോന്നോരോന്നായി കർത്താവ് മാറ്റുവാൻ തുടങ്ങി. ഞങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾ ദൈവം വിടുതൽ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കർത്താവിനെ കൂടുതൽ അറിയുവാൻ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യേശുവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ കർത്താവിനോട് കൂടെ ചേരുവാൻ ഞങ്ങൾ സ്നാനമേറ്റു. സ്നാനപ്പെട്ടപ്പോൾ അതുവരെ ഇല്ലാത്തൊരു വലിയ സന്തോഷം, പരിശുദ്ധാത്മാവെന്ന ദാനം, അതൊക്കെ അനുഭവിക്കുവാൻ കഴിഞ്ഞു. ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവമല്ല, ഇന്ന് നമ്മുടെ കൂടെ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും ആ ഒരു അനുഭവത്തിലൂടെ ജീവിപ്പാനും കൃപ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതെനിക്ക് വർദ്ധിക്കാൻ സാധ്യമല്ല. കാരണം അത്രമേൽ ഒരു സന്തോഷം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ദൈവകൃപ അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം ചെയ്തു. അങ്ങനെ യേശുവിനെ അറിഞ്ഞ നിമിത്തം വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായി. അനേകർ അറിയുവാൻ തുടങ്ങി. ഞാൻ കുടുംബക്കാരറിഞ്ഞു, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, കൃപയാലുള്ള രക്ഷ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. ഞാൻ എന്റെ മതത്തിൽ അനേക പ്രമാണങ്ങളും കൽപ്പനകളും പ്രവൃത്തികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദാനധർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ പ്രമാണം കൊണ്ടോ കൽപ്പന കൊണ്ടോ ഒന്നും ഒരാൾക്ക് രക്ഷ നേടുവാൻ സാധ്യമല്ല. കാരണം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, കൃപയാൽ അത്രേ നമ്മൾ രക്ഷ പ്രാപിച്ചത്, നമ്മുടെ പ്രവൃത്തി കാരണമല്ല. ആരും പ്രശംസിക്കാതിരിക്കാൻ അത് കൃപ കൊണ്ട് സൗജന്യമായി ദൈവം തന്നതായി രക്ഷ. ഒരാൾക്ക് നിന്ന് പറയാൻ പറ്റത്തില്ല, എന്റെ പ്രവൃത്തി കൊണ്ട്, എന്റെ നന്മ കൊണ്ട്, എന്റെ പുണ്യപ്രവൃത്തി കൊണ്ട്, എന്റെ ദാനധർമ്മം കൊണ്ടാ എനിക്ക് ഈ രക്ഷ ലഭിച്ചതെന്നില്ല. ഇത് സൗജന്യമായി കർത്താവ് നമുക്ക് തന്ന രക്ഷയാ. ആ രക്ഷ നിൽക്കുമ്പോൾ കർത്താവിന് മാത്രമേ മഹത്വമുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ജീവിതത്തിലെ ഈ രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ എന്റെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. എന്റെ ബൈബിള് പലപ്പോഴും എടുത്തുകൊണ്ട് ഈ നദിയിൽ ഒഴുക്കി കളഞ്ഞു. എന്നെ പിടിച്ച് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അടുത്ത് വരെ കൊണ്ടുപോയി. പല പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ പുസ്തകം ഞാൻ താഴെ വെക്കത്തില്ല. ഹല്ലേലൂയ. കാരണം ഈ വചനമാണ് എന്നെ വിടുവിച്ചത്, യേശു കർത്താവാണ് എന്നെ വിടുവിച്ചത്. ഞാൻ എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ അരോമ ടിവിയിലെ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ബാല്യം, യൗവനം, കൗമാരം, വിവാഹ ജീവിതം, ഇതിലൂടൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മളെ സഹോദരങ്ങൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ ഒക്കെ നമ്മളെ അറിയുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന മുന്നേ നമ്മളെ കണ്ട ദൈവം, ലോക സാമർത്ഥ്യത്തിന് മുന്നേ നമ്മളെ കണ്ട ദൈവം, നമ്മൾ ആയിരിക്കുന്നത് പോലെ നമ്മുടെ ബാല്യവും യൗവനവും കൗമാരവും നമ്മൾ കടന്നു പോകുന്ന ഓരോ വേദനകളും ആരും അറിയാതെ മുറിയിലിരുന്ന് കരയുമ്പോഴും നിന്നെ ആയിരിക്കുന്നത് പോലെ അറിയുന്ന നിന്റെ സൃഷ്ടാവ്, ഹല്ലേലൂയ, ആ കർത്താവിന് മാത്രമേ നമ്മളെ ആഴത്തിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ വേദനകള്, നമ്മുടെ പ്രയാസങ്ങള്, നമ്മൾ കടന്നു പോകുന്നത്, ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഏറ്റവും അധികമായി അറിയുന്നവൻ എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. അവനെ പോലെ ആർക്കും എന്നെ സ്നേഹിക്കാൻ സാധ്യമല്ല. കാരണം വചനം പറയുന്നു, തന്റെ ജീവനെ നൽകിക്കൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചത്. വചനം പറയുന്നുണ്ട്, അപ്പനെ അമ്മയോ അല്ല, സഹോദരങ്ങളെ അല്ല, നീ എന്നേക്കാൾ കൂടുതൽ ഇവയൊന്നും നീ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. അവൻ എനിക്ക് യോഗ്യനല്ല. ഹല്ലേലൂയ. അപ്പനെ അമ്മയും ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം, എല്ലാവരെയും കരുതണം. പക്ഷേ ഈ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. കാരണം അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ഓരോ രക്തത്തുള്ളിയും നമ്മുടെ പാപത്തിന് വേണ്ടി ഒഴുക്കിയതാ. വചനം ഹല്ലേലൂയ എബ്രായർക്ക് ഇത് ലേഖനം പറയുന്നുണ്ട്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി മാത്രം വരുത്തിയിരുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ആടുകളുടെ രക്തത്തിനും കാളകളുടെ രക്തത്തിനും നമ്മുടെ പാപത്തെ മറയ്ക്കാനേ സാധിക്കത്തുള്ളൂ. രക്തത്തിൽ എത്ര ജീവൻ ഇരിക്കുന്നു വചനം പറയുമ്പോൾ. ഒരു ജീവനുള്ള ദൈവത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ചു. വചനം പറയുന്നത് അതുകൊണ്ട് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. ഇന്ന് ഭൂമിയിൽ നിന്ന് ഹാബേലിന്റെ രക്തം നിലവിളിച്ചെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് യേശുവിന്റെ രക്തം നിലവിളിക്കും. ഹല്ലേലൂയ. അങ്ങനെ എന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളായി ഞങ്ങള് ഒരു രാത്രി 3 കുഞ്ഞുങ്ങളെ എടുത്ത് ബോംബെ ഈ പട്ടണത്തിലേക്ക് ഓടി വന്നു. ഹല്ലേലൂയ. 2003 സെപ്റ്റംബർ 25 ഈ പട്ടണത്തിലേക്ക് ഞങ്ങൾ വരുന്നത്. എല്ലാം വിട്ടുകളഞ്ഞ് ഞങ്ങള് ഭവനം പൂട്ടിയിട്ട് ഒരു രാത്രി 3 കുഞ്ഞുങ്ങളെ എടുത്ത് ഒന്നുമില്ലാതെ ഈ പട്ടണത്തിൽ വന്നത് 2003 ഒരു പാസ്റ്റർ പറഞ്ഞു, എന്റെ സഭയിലുള്ള ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ നിങ്ങൾക്ക് തൽക്കാലം താമസിക്കാം. ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ വല്ലവരുടെയും വീട്ടില് ഹോളിൽ നിലത്താ ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. ആ നിലത്ത് കിടന്നുറങ്ങിയുമ്പോഴും ഞങ്ങൾ വളരെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. കർത്താവ്, ഇനി എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? എങ്ങനെ ജീവിതമാർഗമില്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സ്റ്റക്കായി നിൽക്കുന്നു, ഞങ്ങൾക്ക് നാളെ എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ രാത്രികാലം ഞാൻ എല്ലാവരും ഉറങ്ങുമ്പോൾ മുട്ടുകുത്തി മുറി പ്രാർത്ഥിച്ചു, കർത്താവേ, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? ഒരു ഭവനം, ഒരു റൂം താമസിക്കാൻ വേണം കർത്താവ്, ഒരു വൃത്തിയുള്ള ഒരു മുറി താമസിക്കാൻ
വേണം, കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്റെ തോളിൽ ഇങ്ങനെ ഒരു കരം വന്ന് തൊട്ടു. എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ പട്ടണത്തിൽ നിനക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. നീ ചോദിക്കുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരും. അങ്ങനെ ഒരു ശബ്ദം എന്നോട് സംസാരിക്കുകയും അതോടൊപ്പം എന്റെ വായിൽ അന്യഭാഷ വരികയും സ്വർഗീയ ഭാഷ എന്റെ വായിൽ വരികയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ അത്ഭുതങ്ങളുടെ ഒരു വലിയ വാതിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. ആരല്ലേ, അതുവരെയും എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ പറ്റാഞ്ഞിടത്ത് കർത്താവ് അത്ഭുതകരമായി ഞങ്ങൾക്ക് ഒരു ഭവനം ഒരുക്കി തന്നു. ഞങ്ങൾ ഒരു മീറ്റിംഗിൽ ചെന്നു. ആ മീറ്റിംഗിന് ശേഷം ഒരു വ്യക്തി ഇങ്ങനെ നടന്നു വന്നിട്ട് പറഞ്ഞു, കർത്താവ് എന്നോട് സംസാരിച്ചു, ഹാലല് നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ച് ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഒരു ഭവനം തന്നു. ഒരു മുറി, ഒരു കിച്ചണ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ആ മുറി കർത്താവ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നു. ഒരു ഫ്ലാറ്റ്, ആരും താമസിക്കാതെ പുതിയതായി പണിതിട്ട് ഒരു റൂം കർത്താവ് തന്നു. ആ ഭവനത്തിൽ ഞങ്ങൾ താമസിക്കുവാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയത്തില്ല, അടുത്ത വാടക എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും കർത്താവ് എന്നോട് സംസാരിച്ചു, ഈ പട്ടണത്തിൽ നിനക്ക് ഞാൻ വഴി തുറന്നു തരും. അപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്കൊരു ജോലി തിരക്കി ഒരു അങ്കിള് വിളിച്ചിട്ട് പോകാം. അവിടെ ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ കർത്താവ് എന്നോട്, എങ്ങും പോകണ്ട, നിന്നെ തിരക്കി ഭവനത്തിൽ ഞാൻ ജോലി കൊണ്ടുതരും. അപ്പോൾ ഞാൻ ഓർത്തു, ഭാഷ അറിയത്തില്ല, ആരെയും അറിയത്തില്ല, ഈ പട്ടണത്തിൽ എനിക്ക് എന്ത് ജോലി ലഭിക്കാനാ? പക്ഷെ നമുക്കറിയാലോ, ഭർത്താവ് പറയുമ്പോൾ അനുസരിക്കുള്ളൂ. ഞങ്ങൾ ഒരുങ്ങി ഒരു ബസ്സിൽ കയറി ജോലിക്ക് ബയോഡേറ്റയും കൊണ്ട് പോകുമ്പോൾ വീണ്ടും ആ ബസ്സിൽ ഇരിക്കുമ്പോഴും കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിനക്ക് വേണ്ടി ഞാൻ വഴി ഒരുക്കും. നിന്റെ ഭവനത്തിൽ ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു തരും. അങ്ങനെ പോയി കാണാൻ പോയ വ്യക്തി അവിടെ ഇല്ലായിരുന്നു, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. തിരിച്ചു വന്ന തിരിച്ചു വീണ്ടും ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങള് സൺഡേ ആയി ചർച്ചിൽ പോവുക. ചർച്ചിൽ പോകുമ്പോഴും പൈസയൊന്നും ഇല്ല, ഒരു ചെറിയ പൈസയേ ഉള്ളൂ. ആ പൈസയിൽ ഓട്ടോയെ പിടിച്ച് ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ ചെന്ന് കയ്യിൽ ആകെ 20 രൂപയുള്ള ആ 20 രൂപ ഓഫറിംഗ് ബോക്സിൽ തിരിച്ച് നടന്നു വരാനേ ഇരുന്നത്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പാസ്റ്റർ വന്നിച്ചു പറഞ്ഞു, ആരോ നിങ്ങളെ തിരക്കി വെളിയിൽ വന്നിരിക്കുന്നു, ഒരു കാറിൽ ഒരു കുടുംബം വന്നിരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ വെളിയിൽ ചെന്ന് നോക്കുമ്പോൾ കർത്താവ് ഒരു കുടുംബത്തെ അയച്ചിരിക്കുക ഞങ്ങളെ അന്വേഷിച്ച്. അവര് പറഞ്ഞു, കാറിൽ കയറാൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ വന്നു, അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ചില കാര്യങ്ങൾ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ബിസിനസ് ഈ പട്ടണത്തിൽ തുടങ്ങുവാൻ അവര് സഹായമായിട്ടാണ് അവർ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എന്നോട് സംസാരിച്ച, നിന്നെ തിരക്കി ഭവനത്തിൽ ഞാൻ ജോലി കൊണ്ടുതരും. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ തിരക്കി ആളെ കർത്താവ് ഭവനത്തിൽ വിട്ടു. അത് കർത്താവ് ലക്ഷങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തന്നു. അങ്ങനെ ആ പട്ടണത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, 10 രൂപ 20 രൂപ സ്തോത്രകാഴ്ച ഇട്ടിട്ട് തിരിച്ച് നടന്നു വരാനിരുന്ന ഞങ്ങളെ കർത്താവ് നടന്നു വരാൻ സമ്മതിച്ചില്ല. കർത്താവ് കാർ അയച്ചു. ഭവനത്തിൽ വഴി തുറന്നു തന്നു. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയത്തില്ലാതിരുന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ബോംബെയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സ്കൂളിൽ, ബോംബെ മസ്കോണ്ടോക്കാടിൽ അഡ്മിഷനോട് കൂടെ ബോർഡിംഗ് നിർത്തി അവരെ പഠിപ്പിക്കാൻ കർത്താവ് വഴി തുറന്നു. അവിടെ ടെസ്റ്റ് എഴുതിയപ്പോൾ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് സെക്കൻഡുമായിട്ട് വന്നു. അന്ന് അഡ്മിഷൻ ലഭിച്ചു. അനേകർ അവിടെ ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അവിടെ കർത്താവ് 2 കുഞ്ഞുങ്ങൾക്കും ഫസ്റ്റ് സെക്കൻഡ് കൊടുത്ത് അവിടെ അഡ്മിഷൻ തന്നു. അവരവിടെ പഠിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ ബിസിനസ്സുകളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ തുടങ്ങി. 10 രൂപയെ ഞങ്ങൾ തുടങ്ങി ഞങ്ങളുടെ ബിസിനസ്സുകളെ വിശാലമാക്കി. അങ്ങനെ ബോംബെ, ഗോവ, പൂന, അഹമ്മദാബാദ് യാത്ര ചെയ്ത് പലയിടത്തും ബിസിനസ്സുകളുമായിട്ട് യാത്ര ചെയ്യുകയും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുകയും ബോർഡിങ്ങിലാക്കുകയും ചെയ്തു. എന്നാൽ 2007 പൂനെയിലെ ഒരു എക്സിബിഷന് ശേഷം ഞാൻ ഹോട്ടൽ റൂമിൽ ഉറങ്ങുമ്പോൾ കർത്താവ് എന്നോട് എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നെ പോലെ തകർന്ന അനേകർ ഈ പട്ടണത്തിലുണ്ട്. ഇതൊന്നും വിൽക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. തകർന്ന് തരിപ്പണമായ അനേക മനുഷ്യർ ഈ പട്ടണത്തിലുണ്ട്. അവരെ വിടിവിക്കുവാൻ എനിക്ക് നിന്നെ ആവശ്യം. അവൻ കർത്താവെ, ഞാനിത് റെഡിയാ. കാരണം വചനം പറയുന്നുണ്ട്, പത്രോസ് തന്റെ പടക് നിറഞ്ഞ് മീൻ കിട്ടിയപ്പോഴും പത്രോസ് പടകയിലോട്ടല്ല വീണത്, മീനയിലോട്ടല്ല വീണത്, കർത്താവിന്റെ കാലയിലോട്ടാണ് വീണത്. എനിക്കറിയാം, ഒന്നുമില്ലാതെ ഈ പട്ടണത്തിൽ വന്ന് ഒരു പൈസ പോലും ഇല്ല എന്നിടത്ത് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ബിസിനസിനെ അനുഗ്രഹിച്ചു, ഉയർത്തി. കർത്താവ് മാനിച്ചു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാനിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവെ, ഞാൻ റെഡിയാ നിന്റെ വേലയ്ക്കായിട്ട്. അങ്ങനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ചു. എന്റെ ഭവനത്തിൽ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിക്കാൻ ആൾക്കാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനം വിടുവിക്കപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് സുവിശേഷ വേലയ്ക്കായി ഞങ്ങളെ സമർപ്പിച്ചു 2007. അങ്ങനെ ഈ പട്ടണത്തിൽ പല സ്ഥലങ്ങളിൽ, പല കോളനികളിൽ, ചാലുകളിൽ, ഭവനങ്ങളിലൊക്കെ പോയി സുവിശേഷം കൊടുക്കുകയും ഞങ്ങളുടെ സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. വചനം ഇങ്ങനെ പറയുന്നത്, മറിയയുടെ അടുത്ത് ദൂതൻ വന്ന് യേശു കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, വരുവാനുള്ള ലോകത്തിന്റെ മഹാസന്തോഷം.
ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ സന്തോഷം ഈ പട്ടണത്തിൽ അനേകർ അറിയണമെന്നും ഈ രക്ഷയുടെ സുവിശേഷം അറിയണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഈ സുവിശേഷം അനേകർക്ക് കൊടുക്കുവാനും ഞങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥനയിൽ അനേക ജനം വന്നു കൂടുവാൻ തുടങ്ങി. അനേക രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. പിന്നെ ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകുന്ന ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. തളർന്നു കിടന്ന രോഗി എഴുന്നേൽക്കുന്ന ഞങ്ങൾ കണ്ടു കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാല്. ഹല്ലേലൂയ. അങ്ങനെ ഇരുട്ടി കിടന്ന ജനം വെളിച്ചം കാണുവാൻ തുടങ്ങി. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:7 പറയുന്നു, ഏത് മനുഷ്യനെ പ്രകാശിക്കുന്ന സത്യ വെളിച്ചമായ യേശു. ഏത് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് യേശു വരുന്നു അവന്റെ ജീവിതം പ്രകാശിക്കുവാൻ തുടങ്ങും. അവന്റെ ജീവിതം വിടുവിക്കത്തോടെ അങ്ങനെ അനേക ജീവിതങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുന്നതും അവരുടെ ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നതും. എനിക്കറിയാം, ഒരു ഭവനം 10 കുപ്പി മദ്യം കഴിക്കുമായിരുന്നു ആ മനുഷ്യൻ. ഒരു ഹൈന്ദവ കുടുംബമാ. ആ വീട്ടിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യൻ കള്ളു കുടിക്കുകയും ഭാര്യ മകളെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബമാ. അങ്ങനത്തെ ഒരു തകർന്ന കുടുംബത്തിൽ ഞാൻ ചെന്ന് സുവിശേഷം കൊടുത്ത് ആ വീട്ടിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ആ മനുഷ്യൻ മദ്യപാനമൊക്കെ നിർത്തി എല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനെ അറിഞ്ഞു. ആ കുടുംബം യേശുവിനെ അറിഞ്ഞു. അവരുടെ ഭവനത്തിൽ സന്തോഷം വന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന മനുഷ്യന്റെ ഏക മകൻ സുമൻ ചൗധരി ഈ ക്യാൻസർ ബാധിച്ച് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കുമ്പോൾ അവന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു മലയാളിയായിരുന്നു. ആ ലേഡി ഞങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥനയിൽ ആ മകനെ കൊണ്ടുവന്നു. ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസറിലിരുന്ന് അവനെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണുവാൻ ഇടയായി. അവൻ പഠിച്ച് നല്ല ഉന്നത വിദ്യാഭ്യാസത്തിലെത്തി ജോലിയിലേക്ക് വന്നു. 10 വർഷത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന ഒരു കുടുംബം ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. അവര് പറഞ്ഞു, എല്ലാ ഡോക്ടർമാരെയും കണ്ടു, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി. എന്നാൽ അന്ന് ഞങ്ങൾ പറഞ്ഞു, കർത്താവിന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരാൻ സാധിക്കും. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവര് മടങ്ങി പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ഉടുപ്പ് മേടിച്ചോണ്ട് പോവുക. അവര് തിരിച്ചു മടങ്ങി പോകുന്ന വഴി ഒരു പെൺകുഞ്ഞിന്റെ ഉടുപ്പ് മേടിച്ചോണ്ട് പോയി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. പിറ്റേ വർഷം അവർക്ക് കർത്താവ് ഒരു പെൺകുഞ്ഞിനെ കൊടുത്തു. ഇന്ന് അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അനേക കുടുംബങ്ങളെ വിടുവിക്കാൻ, അനേകർ യേശുവിനെ അറിയുവാൻ ഈ നിത്യജീവന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ സുവിശേഷം, ഞാൻ ഈ അറിഞ്ഞ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത്, വചനം പറയാം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും അത് ദൈവശക്തിയാവുന്നു. ഇറ്റ് ഈസ് പവർ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സുവിശേഷം വരുമ്പോൾ അത് സുവിശേഷം പാപശമേൽ തുടങ്ങി നിത്യജീവനിൽ കൊണ്ടു നിർത്തുന്ന സുവിശേഷം. ഹല്ലേലൂയ. അതൊരു സൗഖ്യം കൊണ്ടോ അല്പ സാമ്പത്തികം കൊണ്ടോ തീരുന്ന ഒരു സുവിശേഷം, കിട്ടി അനുഗ്രഹിക്കുന്ന ഒരു സുവിശേഷമല്ല. അത് പാപക്ഷമയിൽ തുടങ്ങി എന്റെ ജീവിതത്തിൽ സമാധാനം ഇറങ്ങി വന്ന്, സൗഖ്യമായി ഇറങ്ങി വന്ന്, എന്റെ കുടുംബജീവിതത്തെ റെസ്റ്റോർ ചെയ്ത് ഇന്ന് നിത്യതയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നടത്തി കർത്താവിന്റെ വരവിൽ ആ നിത്യജീവനിൽ നമ്മൾ കടക്കുവാൻ തക്കവണ കർത്താവ് സുവിശേഷം. അതുകൊണ്ടാ ഗോസ്പൽ ബ്രിങ്സ് കംപ്ലീഷൻ ഇൻ അവർ ലൈഫ്. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയെ കൊണ്ടുവരുന്നു. അത് സൗഖ്യത്തിലും സമാധാനത്തിലും ഒന്നും അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അത് നിത്യത വരെയും കർത്താവിനോടുകൂടെ എന്നേക്ക് ജീവിക്കാനുള്ള ഒരു സുവിശേഷം. അങ്ങനെ ഈ പട്ടണത്തിൽ ഞങ്ങൾ സുവിശേഷ വേല ആരംഭിച്ചു. 2007 പൂനെയിലും കല്യാണിലും അന്തേരിയിലും ഒക്കെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ തുടങ്ങി. ജനം വരുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയായി. അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഇന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാം, ദൈവനാമം മഹത്വപ്പെടണം. ഇതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ അല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കർത്താവ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. നമ്മുടെ കൂടെ ഒരു പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയാൻ പറ്റാതെ തകർന്നിരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഇന്ന് 3 കുഞ്ഞുങ്ങളെയും കർത്താവ് വിദ്യാഭ്യാസം അനുഗ്രഹിച്ചു. എന്ന് മൂത്ത മകനും അവൻ ഡിഗ്രി എംകോം പഠിച്ചു, CFA പഠിച്ചു. അവനെ കർത്താവ് വിദ്യാഭ്യാസത്തിലും ജോലിയിലും മാനിച്ചു. രണ്ടാമത്തെ രണ്ടാമത്തെ മകനെ കർത്താവ് കാനഡയിൽ അയച്ചു. ഇന്ന് അവന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞവിടെ ജോലിയിലായിരിക്കുന്നു. ഇളയ മോനെയും കർത്താവ്, ഞങ്ങൾ ഇളയ മോൻ പഠിക്കുമ്പോൾ സുവിശേഷ വേല, ഞങ്ങൾ അവന് എഞ്ചിനീയറിംഗിന് പഠിക്കണം എന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊന്നും പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് ഞങ്ങൾ പഠിപ്പിച്ചോ ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, കർത്താവ് ഒരു കൃപയിട്ടാൽ നമ്മളെ എന്താക്കണോ അവിടെ കർത്താവ് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കർത്താവ് ഒരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ കർത്താവ് കൃപ കൊടുത്തു. 3 കുഞ്ഞുങ്ങളെയും കർത്താവ് ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിച്ചു. ഈ പട്ടണത്തിൽ ഹല്ലേലൂയ, നിങ്ങൾക്കറിയാം, ബോംബെ പോലൊരു പട്ടണത്തിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ കർത്താവ് ആ ലോകത്തിന്റെ ഇതിലൊന്നും പെടാതെ അവരെ വളരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിച്ചു. ഒന്നുമില്ലായ്മയെന്ന് ഇത്രത്തോളം നടത്തി. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട്, ഇന്ന് ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ മാറ്റും. ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായ യേശു കർത്താവ്. ഇന്ന് 2007 തുടങ്ങിയ കൂട്ടായ്മ 2015 വരെയും ഞങ്ങൾ 3 കൂട്ടായ്മകൾ നടത്തി. അതിനുശേഷം കർത്താവ് വീണ്ടും ഞങ്ങളോട് സംസാരിച്ചു 2015. ഇങ്ങനെ ഈ വചനമാണ് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചത്. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കോണം പിതാവ്
മുഴുവൻ ലോകത്തെ സ്നേഹിച്ചു. മുഴുവൻ ലോകത്തോട് സുവിശേഷം പറയാൻ ഒരു ദൗത്യം നമുക്കുണ്ട്. അങ്ങനെ കർത്താവ് ആ ഒരു വിഷൻ ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങള് വീണ്ടും ഞങ്ങളുടെ സാക്ഷ്യം 2015 റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനിടയായി. ഇന്ന് എനിക്കറിയാം അനേക ചാനലുകളിലൂടെ എന്റെ സാക്ഷ്യം കേട്ടവരുണ്ട്, കേൾക്കാത്തവരുണ്ട്. ഇന്ന് ദൈവനാമം മഹത്വപ്പെടട്ടെ. അതൊക്കെയും ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 2015 മുതൽ യാത്ര ചെയ്ത് ഞങ്ങൾ സുവിശേഷം ചെയ്യാൻ തുടങ്ങി. ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പല രാജ്യങ്ങള്, പല ദേശങ്ങള്, പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഞങ്ങൾ 2023 വരെ ഈ സുവിശേഷ വേലയിൽ യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ വീണ്ടും കർത്താവിന്റെ ഒരു വിഷൻ എനിക്ക് കഴിഞ്ഞ വർഷം 2024 ഡിസംബറിൽ ഞാൻ 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിൽ ഇരുന്നു. കർത്താവെ, ഈ പട്ടണത്തിൽ വീണ്ടും നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന കുഞ്ഞുങ്ങളുണ്ടായ കുടുംബം, ഞാൻ ഈ 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവരുടെ കോള് വന്നു, സിസ്റ്റർ ഇവിടെ വരെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഭവനത്തിൽ. വീണ്ടും ഞാൻ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ഭവനത്തിൽ വീട്ടും കൂട്ടായ്മ കഴിഞ്ഞ വർഷം ആരംഭിച്ചു. അനേക ആത്മാക്കൾ വന്ന് വിടുവിക്കപ്പെടുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഇന്നൊരു ഹോളിലേക്ക് മാറ്റി എല്ലാ ആഴ്ചയും ആ ഹോളിൽ പ്രയർ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. പല ഭാഷക്കാര്, പല ജാതിയിലുള്ളവര് അനേകരും വന്ന് ഈ കർത്താവിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തകർന്ന് ഏറ്റുമാനൂർ പട്ടണത്തിൽ ഹല്ലേലൂയ ഒരു ഭവനത്തിൽ നിരാശയില്, രോഗത്തില്, തകർച്ചയില്, കടഭാരത്തില് ഹല്ലേലൂയ ഒരു രക്ഷയുമില്ലാതെ ജീവിച്ചിരുന്ന എന്റെ ജീവിതത്തെ ഇന്ന് എന്നെ കേൾക്കുന്ന അനേക കുടുംബം തകർന്നവരുണ്ടായിരിക്കാം. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന അനേക സാമ്പത്തികമായി തകർന്ന മനുഷ്യരുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കാം. ഞാൻ പറഞ്ഞു ഇതിന് ഒറ്റ ഉത്തരവുള്ളൂ, യേശു കർത്താവ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ലിവിംഗ് ഗോഡ്. യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ മാനവരാശിയെ വിടുവിക്കുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു രക്ഷകൻ യേശു കർത്താവാണ്. കാരണം വചനം പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ വളർന്ന് 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത് വചനം പറയുന്നവൻ. ഹല്ലേലൂയ 3.5 വർഷക്കാലം ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ കർത്താവ് വചനത്തിൽ പറയുന്നു, കർത്താവ് സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ ആത്മാവ് അവന്റെ മേൽ വന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വന്നു. അങ്ങനെ ആത്മാവിന്റെ ശക്തിയോടെ അവൻ മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വരുമ്പോൾ വചനം പറയുന്നു, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ രോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, ബന്ധനസ്ഥരെ വിടുവിച്ചു. താൻ തകർന്ന മനുഷ്യരെ കണ്ട് അവന്റെ മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനം നടക്കുന്ന കണ്ട് കർത്താവിന് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ ചെന്ന് അവരിലുള്ള രോഗികളെ സൗഖ്യമാക്കി, ബന്ധനസ്ഥരെ വിടുവിച്ച് സൗഖ്യമാക്കി. കർത്താവ് തന്റെ ശുശ്രൂഷ 33.5 വർഷക്കാലം ചെയ്ത ശേഷം വചനം പറയുന്നു, അവൻ ഗത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവൻ മരണം വരെയും പാപം ചെയ്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവിൽ വളർന്ന് സ്നാനപ്പെട്ട് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്ന് 33.5 വയസ്സ് വരെ ശുശ്രൂഷ ചെയ്ത് താൻ ക്രൂശിലേക്ക് കയറി പോകുമ്പോഴും ക്രൂശിൽ കിടക്കുമ്പോഴും പറഞ്ഞു, ഇവർ ചെയ്യുന്നെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തന്നെ ഉപദ്രവിച്ചവരെയും നിന്ദിച്ചവരെയും ഒക്കെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പോൾ പലരും എന്നോട് ചോദിച്ചേക്കാം, ഹല്ലേലൂയ ചോദിക്കാ, എന്തുവാ നിനക്ക് ഈ കർത്താവിനെ അറിഞ്ഞിട്ട് ലഭിച്ചത്? ഞാൻ പറയും, എനിക്ക് ഈ കർത്താവിനെ അറിഞ്ഞിട്ട് ലഭിച്ചത് പാപക്ഷമയാ, നിത്യജീവനാ. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് അനേക പ്രവാചകന്മാര്, അനേക മഹാന്മാരൊക്കെയും ഈ ലോകത്തിൽ വന്നു. അവരുടെ കല്ലറയൊക്കെ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ ഇന്നും തുറന്നു കിടക്കുക. ഹല്ലേലൂയ. കാരണം അവൻ പാപം ചെയ്തില്ല. ഹേ മരണമേ, നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെയും പാപത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്നവൻ ഇന്ന് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. വചനം പറയുന്നത്, യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. കാരണം വചനം പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ചു ചെയ്യുമ്പോൾ എന്റെ വിശ്വാസം തന്നെ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഇന്ന് ഹല്ലേലൂയ ഈ യേശുവിനെ അറിഞ്ഞ നിമിത്തം എന്റെ ജീവിതം വിടുവിക്കപ്പെട്ടു. തകർന്ന ജീവിതം, പാപത്തിൽ മുഴുകിയ എന്റെ ജീവിതത്തെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവന്നു. ഇന്ന് എന്റെ തകർന്ന കുടുംബജീവിതത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്തു. എന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും വെളിച്ചം അനുഭവിക്കുവാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കാൻ ഇന്ന് ആർക്കും പ്രയോജനമില്ലായിരുന്നു ഞങ്ങളെ അനേകർക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, യേശുവിനെ അറിയുന്ന മുന്നേ എന്റെ ജീവിതത്തിലൊക്കെയും നമ്മുടെ ജീവിതത്തിലൊക്കെയും നമുക്ക് സെൽഫിഷാണ്. നമ്മൾ എന്റെ കാര്യം എന്ന് പറയുമ്പോൾ, ഇന്ന് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. മറ്റു മനുഷ്യരോട് നമുക്ക് കമ്പാഷൻ തോന്നും. യേശുവിന്റെ ഹൃദയം നമുക്ക് പകർന്നു തരുമ്പോൾ മനസ്സലിവും, മറ്റുള്ള മനുഷ്യരുടെ രോഗം കാണുമ്പോൾ, നിരാശ കാണുമ്പോൾ, തകർച്ച കാണുമ്പോൾ, അവരുടെ ഹൃദയം തകർന്നിരിക്കുന്നത് കാണുമ്പോൾ, എന്റെ യേശുവിന്റെ ഹൃദയം, പിതാവിന്റെ ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഭവനത്തിൽ ചെന്ന് അവരെ വിടുവിക്കുവാൻ ആഗ്രഹിക്കും. അങ്ങനെ ഇന്ന് ഈ പട്ടണത്തിൽ
ഓട്ടത്തിൽ കർത്താവിനെ അനേകർക്ക് കൊടുക്കുവാൻ, അനേകരോട് പകരുവാൻ, അല്ലെങ്കിൽ അനേകരെ യേശുവിലേക്ക് നയിക്കുവാനൊക്കെയും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ഹാലലിയ, ലോകത്തിൽ ആർക്കും നിങ്ങളെ എന്നെ വിടുവിക്കാൻ സാധ്യമല്ല. ഹാലലിയ, ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് നമ്മുടെ പാപത്തെ മറയ്ക്കാനേ സാധ്യമാകത്തുള്ളൂ. എന്നാൽ ഇന്ന് യേശുവിന്റെ രക്തം, ഹാലലിയ, ആ രക്തം വിശുദ്ധ രക്തമാ. വചനം പറയുന്നു, വിലയേറിയ രക്തമാ. പൊന്ന് വെള്ളി മുതലേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്ന, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന തകർന്ന കുടുംബ തകർച്ചയിലിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, രോഗത്തിലിരിക്കുന്നവരെ, കടഭാരത്തിലിരിക്കുന്നവരെ, നിരാശയിലിരിക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന്റെ അടുക്കിലേക്ക് വാ. ഹാലലിയ, യേശു നിങ്ങളെ ഇന്ന് വിളിക്കുക. ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും. ഇന്ന് ഞാനൊരു കഥയല്ല ഇവിടെ ഇരുന്ന് പറയുന്നത്. ഞാൻ ജീവനുള്ള ദൈവത്തെ രുചിച്ച്, ഞാൻ കണ്ടതും തൊട്ടതും രുചിച്ചതുമായ ഒരു ദൈവത്തെയാണ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതം തകർന്ന ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വന്ന് സമാധാനമായി, സൗഖ്യമായി, സന്തോഷമായി, ഹാലലുയ, രക്ഷയായി, നിത്യജീവനായി ഇറങ്ങി വന്നൊരു കർത്താവ്. ഹാലലു, ഇന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ. എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഹാലലുയ, ഞാന് സാമ്പത്തികം ഉണ്ടാക്കാനല്ല ഇറങ്ങി വന്ന്. എന്നെ ചിലപ്പോൾ ചോദിച്ചേക്കാം, നിനക്ക് സ്വന്തമായിട്ടൊരു ഭവനമുണ്ടോ? ഹാലലിയ, എല്ലാം നഷ്ടപ്പെട്ട് എന്റെ പിതാവ് എനിക്ക് ഒന്നും തരത്തില്ല, ഈ സുവിശേഷം വിശ്വസിച്ച് നീ ബൈബിൾ താത്തു വെച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് എഴുതി കൊടുത്തിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഹാലലിയ, എനിക്കറിയാം, ഈ ലോകത്തിലെ സ്വത്തിനോ സമ്പത്തിനോ ഒന്നും നമ്മളെ വിടുവിക്കാൻ പറ്റത്തില്ല. നമ്മളെ വിടുവിക്കാൻ കഴിയുന്നത് രക്ഷകനായ കർത്താവിനാണ് നമ്മളെ വിടുവിക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ സുവിശേഷം രക്ഷയുടെ സുവിശേഷമാ, സമാധാനത്തിന്റെ സുവിശേഷമാ, സന്തോഷത്തിന്റെ സുവിശേഷമാ, സൗഖ്യത്തിന്റെ സുവിശേഷമാ, കൃപയുടെ സുവിശേഷമാ, ജീവനെ തരുന്ന സുവിശേഷ. വചനം പറയാ, അവൻ ജീവനും സമൃദ്ധിയായി ജീവൻ നൽകാനായിട്ട് വന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ വീണ്ടും പറയട്ടെ, കർത്താവ് വിടുവിക്കുന്ന കർത്താവ്, എന്നെ വിടുവിച്ച കർത്താവ്, എന്റെ ജീവിതത്തെ പണിഞ്ഞ കർത്താവ്, എന്റെ കുടുംബത്തെ പണിഞ്ഞ കർത്താവ്, എന്റെ കുടുംബജീവിതത്തെ വിടുവിച്ച കർത്താവ്, ഹാലലി, ഇന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള കർത്താവ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ലാതെ ഈ പട്ടണത്തിൽ വന്നാൽ, ഞങ്ങൾ ഒന്നുമില്ലാതെ, ഒരു വസ്ത്രമോ കയ്യിൽ ഒന്നുമില്ലാതെ ഇരുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തിരിഞ്ഞു പുറകോട്ട് നോക്കിയാൽ, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തിയത് വായിച്ചിട്ടേ ഉള്ളെങ്കിൽ എന്റെ ജീവിതത്തിൽ അത് ഞാൻ എഴുതിയെടുത്തു. ഹാലലുയ, ഞാൻ ചോദിക്കുന്നതൊക്കെയും കർത്താവ് തരുവാൻ തുടങ്ങി. ഞാന് ഒന്നുമില്ലാതെ വന്ന ഞങ്ങളുടെ ജീവിതത്തെ എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമെന്ന് അറിയാമല്ല. എന്റെ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനായി പട്ടണത്തിലേക്ക് പോയെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു സാക്ഷ്യമായിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും, യേശുവിന്റെ പിന്നാലെ ഇറങ്ങി വന്നിട്ട് ലജ്ജിച്ചു പോയില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ഹാലലുയ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഇന്ന് ഞാൻ വിളിക്കുക, യേശുവിന്റെ അടുക്കലേക്ക് വാ. നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വാ. നിങ്ങളുടെ പാപം ഏറ്റു പറയ. നിങ്ങൾ കർത്താവിനോട് പറ, കർത്താവേ, എന്റെ ജീവിതത്തിലേക്കോ, നിങ്ങൾ ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, എന്റെ കർത്താവ് ഒരു മതസ്ഥാപകനല്ല. എന്റെ കർത്താവ് ഒരു ജാതി സ്ഥാപിച്ചിട്ടില്ല, ഒരു മതം പറഞ്ഞിട്ടില്ല. എന്റെ കർത്താവിനെ കുറിച്ച് വചനം പറഞ്ഞവൻ മാനവരാശിയെ രക്ഷിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു രക്ഷകനാണ്. അവൻ മനുഷ്യനെയാ സ്നേഹിച്ചത്. അവൻ മതസ്ഥാപകനല്ല. അവൻ ഒരു സംഘടനയുടെ കർത്താവല്ല. അവൻ ഒരു മാനവരാശിയെ സ്നേഹിച്ച് തന്റെ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട തന്റെ നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ചെടുക്കുവാൻ താൻ മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ജീവനെ തന്നെ യാഗമാക്കി, തന്റെ രക്തം ചൊരിഞ്ഞ് വില കൊടുത്തിട്ട്, മറുവില കൊടുത്തിട്ട് സാത്താന്റെ കയ്യിൽ നമ്മളെ വീണ്ടെടുത്ത ഒരു രക്ഷകനാ കർത്താവ്. ഹാലലിയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവമക്കളെ, ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് വാ. എന്നെ വിടുവിച്ച കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ മതിയാവും. ഇന്ന് എന്നെ അരോമ ടിവിയിലൂടെ കേൾക്കുന്ന ദൈവ ഇതലെ ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളെ കർത്താവ് തൊടും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ വിടുവിക്കും. നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിലിരുന്ന് നിങ്ങൾ യേശുവെ എന്ന് വിളിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു വാഹനത്തിൽ ഇരുന്നായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് ട്രെയിനിൽ ഇരുന്നായിരിക്കാം കേൾക്കുന്നത്, നിങ്ങൾ ഓഫീസിൽ ഇരുന്നായിരിക്കും ഇത് കേൾക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവവേദന, നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് യേശുവേ എന്നൊരു വാക്ക് വിളിച്ചാൽ മതി. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ഓഫീസിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും. കർത്താവ് മനസ്സലിഞ്ഞ് ജനത്തെ കണ്ട് അവരെ സൗഖ്യമാക്കി വിടുവിച്ച് അവരുടെ ജീവിതത്തെ പുതിയതാക്കി മാറ്റുന്ന ഒരു കർത്താവ്. ഹാലലുയ, ഇന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ വിടുവിച്ച കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ മതിയായ കർത്താവ്. ഹാലലുയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ, കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെ കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അരോമ ടിവിയിലൂടെ, അരോമ ചാനലിലൂടെ കർത്താവെ കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കായിട്ടും, ഓരോ മാതാപിതാക്കൾക്കായിട്ടും, ഓരോ സഹോദരങ്ങൾക്കായിട്ടും കർത്താവെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സുവിശേഷത്തിലൂടെ ഹാലിൽ അവരുടെ ജീവിതത്തിലേക്ക് രക്ഷയായി, സൗഖ്യമായി, വിടുതലായി എന്റെ കർത്താവ് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. കർത്താവെ, വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് എന്റെ യേശു കർത്താവ്. ഇന്ന് കർത്താവെ, രോഗക്കിടക്കയിൽ കേട്ടോണ്ടിരിക്കുന്ന രോഗി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗങ്ങൾ
സൗഖ്യമാകട്ടെ. അസാധ്യതയുടെ മധ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. കുടുംബ തകർച്ചയിൽ കർത്താവേ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് സ്വർഗത്തിന്റെ കരം ഇപ്പോൾ തന്നെ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഹല്ലേലൂയ, ദൈവകൃപ അവരുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ. അസമാധാനത്തിൽ ഇരുന്ന് ഇനി എനിക്ക് മരണമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എന്റെ കർത്താവ് ഒരു വഴി തുറക്കുന്നതിനായി സ്തോത്രം. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഒരു നീരുറവയും തുറക്കാൻ ശക്തിയുള്ള എന്റെ കർത്താവ്, ഇതാ പണ്ടേയുള്ളതിന് നീ ഓർക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ടല്ലോ കർത്താവേ. ഇപ്പോൾ തന്നെ വഴികൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ, അവരുടെ ഭവനങ്ങളിൽ അത്ഭുതം നടക്കട്ടെ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ കർത്താവെ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനം തിരിയട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടട്ടെ. എന്നെ സൗഖ്യമാക്കിയ കർത്താവ്, എന്നെ വിടുവിച്ച കർത്താവ്, എന്റെ ജീവിതത്തിൽ സമാധാനമായി ഇറങ്ങി വന്ന കർത്താവ്, രക്ഷ പകർന്നു വന്ന കർത്താവ്, ഇന്നിവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ അരോമ ചാനലിലൂടെ ലോകമെമ്പാടും ഈ സുവിശേഷം കത്തിപ്പടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേക സാക്ഷ്യങ്ങൾ ഉളവാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഡാനിയൽ ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൻ ചെയ്യുന്ന ഈ ശുശ്രൂഷയിലൂടെ അനേകർ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ കുടുംബ ജീവിതത്തിലെ തലമുറയിലൊക്കെയും കർത്താവെ അങ്ങ് വൽകാര്യങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ചാനലിലൂടെ ഇനി അനേക സാക്ഷ്യങ്ങൾ കർത്താവെ കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്. ആമേൻ. താങ്ക് യു പ്രിയ സെമിന അഷ്റഫ് സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിന് ദാസ്യമുള്ളതായ നന്ദിയും അറിയിക്കുന്നു. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു ആ ഒരു ബാല്യകാലം, എന്നാൽ അതിൽ നിന്നും സ്വർഗത്തിലെ ദൈവത്തെ അറിയുവാനിടയായി തീർന്നത് ഒരു പെൺകുട്ടി ഭവനത്തിൽ കൊണ്ടുവന്നതായ ആ ബൈബിൾ അവൾ അത് കരങ്ങളിൽ തരികയും അതേ തുടർന്ന് ജീവിതത്തിൽ ആ വചനം വായിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നത് മുഖാന്തരമായി കർത്താവായ യേശു ക്രിസ്തു ഭവനത്തിൽ മാത്രമല്ല ജീവിതത്തിലേക്ക് വരുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാനും ആ യേശുവിൻ്റെ ഒരു മകളായി തീരുവാനും യേശുവിനെ ആരാധിക്കുന്ന ഒരു കുടുംബമായി യേശു ദൈവമായി തീരുന്ന ഒരു ഭവനമായും മാറുവാൻ അത് മുഖാന്തരമായി തീർന്നു. അത് പിന്നത്തേതിൽ ബോംബെയിലേക്ക് കടന്നു വരുവാൻ അവിടെ വന്ന് സുവിശേഷ വേലയ്ക്കായി കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേർതിരിക്കപ്പെടുവാൻ ഇന്ന് അനേകരോട് കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവിൻ്റെ ദാസിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം തരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോട് കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുള്ളതായ നന്ദിയും ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയ സെമിന സിസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിച്ച് ഞങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും സാക്ഷ്യവും വീണ്ടും കേൾക്കുന്നതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ:
രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.